ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് അല്ലെങ്കിൽ ഒരുപാട് പേര് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടൊരു വീഡിയോ ആണ്. നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാൻ പറ്റുക? ഈ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ എന്ത് DIY ട്രൈ ചെയ്യുകയാണെങ്കിലും ഇല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റ്സ് നമ്മൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും മേക്കപ്പ് ഐറ്റംസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്കിതെല്ലാം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളവർ കണ്ടുപിടിക്കുക. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് പെയിൻറ്റിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഞാൻ വിചാരിച്ച എല്ലാവർക്കും അറിയായിരിക്കും. ഒരുപാട് ചേച്ചിമാർ ചാനൽസിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനും കൂടെ ചെയ്ത് വെറുതെ എന്തിനാ മടുപ്പിക്കണേന്ന് ഓർത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുകയാണ്, അപ്പോൾ എൻ്റെ ഇത് കാണുന്ന ആളുകൾക്ക് എന്താ പറയുക, എൻ്റെ വ്യൂവേഴ്സിന് ഞാനല്ലേ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് ഞാൻ അപ്പം അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുന്നത്. എനിക്കറിയാം ഇത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, എന്നാലും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെലൈക്കൺ ഉണ്ട്. ആ ബെലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് അപ്പം തന്നെ കാണാനായിട്ട് പറ്റും. പിന്നെ എൻ്റെ ക്യാമറ വർക്കിംഗ് അല്ല, അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് എനിക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടില്ലെങ്കിൽ ഇടാനായിട്ട് പറ്റാതിരുന്നത്. അപ്പോൾ എന്താ ഒരാഴ്ചയും കൂടി എടുക്കും. ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും വീഡിയോ ക്യാമറ എന്തായാലും കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഫോണിലാണ്. അപ്പോൾ അത്ര ക്ലാരിറ്റി ഇല്ല എന്ന് എനിക്കറിയാം. പിന്നെ ഞാനൊരു മൈക്ക് ഇതിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ എൻ്റെ ക്യാമറയിൽ മൈക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ 1300D ആണ്. അപ്പോൾ അതിന് മൈക്കിൻ്റെ മറ്റേ സംഭവം പോട്ടില്ല. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഇതിൽ സൗണ്ട് നന്നായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിവേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ അപ്പോൾ മെയിനായിട്ട് നമുക്ക് 5 ടൈപ്പ് ഓഫ് സ്കിൻ ടൈപ്പാണ് ഉള്ളത്. 1 എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ, ഓയിലി സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ ആൻഡ് കോമ്പിനേഷൻ സ്കിൻ. ഈ 5 ടൈപ്പ് ഓഫ് സ്കിൻ ടൈപ്പാണ് നമ്മളെല്ലാവരിലും കണ്ടുവരുന്ന സ്കിൻ ടൈപ്പ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഓയിലി സ്കിന്നിനെ കുറിച്ചിട്ട് സംസാരിക്കാം അല്ലേ. ഓയിലി സ്കിന്ന് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേക്കില്ലേ, രാവിലെ എഴുന്നേറ്റും ഉടനെ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്യുമ്പോൾ മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്യുക. അതായത് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാണ്ട് മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലെൻസർ എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സംഭവം. അത് വെച്ചിട്ടൊന്ന് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തിട്ട് ഒരു 2 hours വെയിറ്റ് ചെയ്യുക. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ടാവും. എങ്ങനെയാണോ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ ആ സ്കിൻ ടൈപ്പിലോട്ട് നമ്മുടെ സ്കിൻ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മളൊരു ടിഷ്യൂ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് കൈ തന്നെ യൂസ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ട് നോക്കാം. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓയിലി ആയിട്ടാണോ ഇരിക്കുന്നത്. നമുക്ക് സ്കിൻ പിടിക്കുമ്പോൾ അറിയാൻ പറ്റും ഓയിലി ആണോ അതോ ഡ്രൈ ആയിട്ടാണോ ഇരിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഓയിലി സ്കിന്നാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെയും ഒക്കെ നല്ല ഓയിലി ആയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ എന്താ പറയുക, നമുക്കറിയില്ല നമ്മളുടെ സ്കിൻ എങ്ങനെയാണ് ഓയിലി ആയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഓയിലിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഈ ഓയിലി സ്കിന്നിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ പ്രോബ്ലം എന്നല്ല പ്രോബ്ലം തന്നെ പറയാം അല്ലേ. പ്രോബ്ലം എന്ന് വെച്ചാൽ എപ്പോഴും ഭയങ്കരമായിട്ട് പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്താലും പെട്ടെന്ന് പിമ്പിൾസ് വരും. അതുപോലെ ഭയങ്കര ഓയിലി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇങ്ങനെ വെളിയിൽ പോകുമ്പോൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് എന്താ പറയുക ഓയിൽനെസ് ആയിട്ട് ഫുൾ ഫേസ് ഓയിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ പോഴ്സിലുള്ള സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ച് കൂടുതലായിരിക്കും. എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും അവരുടെ സ്കിന്നിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഓയിൽനെസ് കൂടുന്നത്. അപ്പോൾ ഈ ഓയിൽ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലോട്ട് ഡേർട്ടിനെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഡേർട്ട് വന്ന് ക്ലോഗ് ആയിട്ടിരിക്കും. അതായത് ആ പോഴ്സിനകത്ത് ഡേർട്ട് ഇരുന്ന് അടഞ്ഞു പോകും. അങ്ങനെ അടഞ്ഞു പോകുമ്പോഴാണ് പിമ്പിൾസ് ആയിട്ട് വെളിയിലോട്ട് വരുന്നത്. അങ്ങനെയാണ് ഇവരുടെ സ്കിന്നിന് ഇത്രമാത്രം പിമ്പിൾസ് വരാനുള്ള റീസൺ അതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ഈ ഓയിൽനെസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ, ഓയിൽനെസ് കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്നോട് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ മുൾട്ടാനി മിട്ടി എല്ലാം ഭയങ്കരമായിട്ട് എന്താ പറയുക എക്സസ് ആയിട്ടുള്ള ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ലെമൺ ജ്യൂസ് എല്ലാം കുറച്ച് വാട്ടറിൽ ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം അത് വെച്ച് നമ്മൾ ഫേസ് വാഷ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയുക ഓയിൽനെസ് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരുപാട് പേര് പറയുന്ന ഒരു പ്രോബ്ലമാണ് വെളിയിൽ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഓയിലി ആയി പോകുന്നു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡള്ളായി പോകുന്നു എന്നൊക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ബേബി വൈപ്സ് കയ്യിൽ വയ്ക്കുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വയ്ക്കുക. അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ബോട്ടിൽ കുറച്ച് റോസ് വാട്ടറോ ഇല്ലെങ്കിൽ ഗ്രീൻ ടീ വാട്ടറോ ഒക്കെ മിക്സ് ചെയ്യുക, ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു സ്മെല്ലിന് വേണമെന്നുണ്ടെങ്കിൽ എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ ഏതെങ്കിലും മിക്സ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ടിഷ്യൂ കൊണ്ടൊന്ന് വൈപ്പ് ചെയ്ത് കളയാന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും. അപ്പോൾ മേക്കപ്പ് ഒക്കെ ഒത്തിരി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് എന്തോരം എഫക്റ്റീവാണെന്ന് അറിയില്ല. നോർമലായിട്ട് നമ്മൾ വെളിയിലൊക്കെ പഠിക്കാനൊക്കെ പോകുമ്പോൾ ഒത്തിരി ഒന്നും മേക്കപ്പ് ഉണ്ടാവില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടൊരു ഫീൽ നമ്മുടെ ഫേസിൽ ഉണ്ടാവും.
പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഡ്രൈ സ്കിന്നിൻ്റെ കാര്യം സംസാരിക്കാം. ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞാൽ സെയിം ഇതേ പ്രൊസീജിയർ തന്നെ ചെയ്യുക. അതായത് നമ്മൾ രാവിലെ കഴിഞ്ഞിട്ട് ക്ലെൻസ് ചെയ്യുക, 2 hours കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഫേസ് എങ്ങനെയായിരിക്കും നോക്കുക. അപ്പോൾ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ ക്രാക്കി ആയിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു വൈറ്റ് കളറിൽ എന്തെങ്കിലും സംഭവം, അല്ലെങ്കിൽ റിങ്കിൾസ് പോലെ, അല്ലെങ്കിൽ തൂങ്ങി, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തൂങ്ങി എന്ന് പറഞ്ഞാൽ എന്താ പറയുക ചില റിങ്കിൾസ് പോലെ നമ്മുടെ എന്താ പറയുക ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിഞ്ഞു മുറുകുന്നത് പോലെ നമുക്ക് തോന്നും. ഇപ്പം നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ഈ ഭാഗം ഇവിടെ ഒക്കെ നന്നായിട്ട് ഒരു വലിഞ്ഞു മുറുകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് അതുപോലെ ഭയങ്കരമായിട്ട് വലിഞ്ഞു മുറുകാനെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും ഡ്രൈ ആവാനുള്ള കാരണം നമ്മളുടെ പോഴ്സിലുള്ള ഓയിൽ പ്രൊഡക്ഷൻ അത്ര കറക്റ്റ് അല്ല, അത് കുറവായതുകൊണ്ടാണ് ഇതുപോലെ എന്താ പറയുക ഓയിൽ പ്രൊഡക്ഷൻ നടക്കാത്തത്. ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ എക്സസ് ആയിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ, നമ്മുടെ സ്കിന്ന് നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്കിൻ ഡ്രൈ സ്കിൻ ആയിരുന്നു, ഞാനിപ്പോൾ ഒരുപാട് എന്താ പറയുക സ്കിന്ന് അത്യാവശ്യം ഇപ്പോൾ കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിപ്പോൾ എന്താ പറയുക മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. പണ്ടത്തെ ആ ഒരു ഡ്രൈനെസ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യാറില്ല. ഫസ്റ്റ് സംഭവം തന്നെ ഞാൻ ഫേസ് വാഷ് നിർത്തി. അത് നിർത്തിയാൽ പിന്നെ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ ഫേസിൽ മനസ്സിലായി തുടങ്ങി. ആ ഡ്രൈനെസ് എല്ലാം മാറി എന്താ പറയുക നല്ല ഒരു എൻ്റെ പഴയ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കും, ഇപ്പോഴത്തെ വീഡിയോ കണ്ടു നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാവും. ഇനി അപ്പോൾ അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നോർമൽ സ്കിന്നിനെ പറ്റിയിട്ടാണ്. നോർമൽ സ്കിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ 2 hours കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്താ പറയുക നമ്മൾ ശരിക്കും വാക്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള പോലെ ഒരു ഗ്ലോയിനെസ് ഉണ്ടാവും, പിമ്പിൾസ് ഒന്നും ഉണ്ടാവില്ല, ഒരു ഡ്രൈനെസ് ഉണ്ടാവില്ല, റിങ്കിൾസ് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ നോർമൽ സ്കിന്നാണ്. നിങ്ങളുടെ നോർമൽ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവങ്ങൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇന്ന പ്രോഡക്റ്റ്സ് ഒന്നുമില്ല, നോർമൽ സ്കിന്നിന് ഏതൊരു പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോമ്പിനേഷൻ സ്കിന്നിനാണ്. കോമ്പിനേഷൻ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 2 hours ഇപ്പോൾ നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് ഒരു 2 hours കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മളുടെ ഫേസിൻ്റെ ഈ ഒരു ഇതാണ് ടീ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പോർഷനിൽ കൂടുതലായിട്ട് ഓയിൽനെസ് ഉണ്ടാവും. ഇത്രയും ഭാഗത്ത് ഇവിടെ നമുക്ക് ഓയിൽനെസ് ഫീൽ ചെയ്യില്ല, ചിലപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഓയിൽനെസ് ഫീൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗത്ത് നിങ്ങളുടെ സ്കിൻ ഓയിലും ഇവിടെ എല്ലാം ഡ്രൈയിങ്ങും ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിന്നാണ്. ഈ കോമ്പിനേഷൻ സ്കിന്നിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ 2 സ്കിൻ ടൈപ്സിന് കൊടുക്കുന്ന ആ ഒരു കെയർ കൊടുക്കണം. അതായത് ഓയിലി സ്കിന്നിന് കൊടുക്കുന്നതും ഡ്രൈ സ്കിന്നിന് കൊടുക്കുന്നതായിട്ടുള്ള കെയർ കോമ്പിനേഷൻ സ്കിന്നിന് കൊടുക്കണം. പിന്നെ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക എല്ലാവരിലും ഒരുപാട് കണ്ടുവരുന്ന ഒരു സ്കിൻ ടൈപ്പാണ് കോമ്പിനേഷൻ സ്കിൻ. കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സ്കിൻ ടൈപ്പാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കോമ്പിനേഷൻ സ്കിന്നിന് വേണ്ടി മാത്രമായിട്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മുടെ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റ്സ് എല്ലാം കറക്റ്റായിട്ട് നോക്കി നമ്മൾ ചൂസ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻസിറ്റീവ് സ്കിന്നിനെ കുറിച്ചിട്ടാണ്. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെൻസിറ്റീവ് ആയിരിക്കും. ഐ മീൻ നമ്മൾ എന്ത് ട്രൈ ചെയ്താലും ഉടനെ തന്നെ റിയാക്ഷൻ നമ്മുടെ ഫേസിലുണ്ട്. അപ്പോൾ ഒരു ന്യൂ പ്രോഡക്റ്റ് ട്രൈ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ DIY ട്രൈ ചെയ്തെങ്കിൽ എന്ത് ട്രൈ ചെയ്താലും നമ്മുടെ ഫേസിൽ അപ്പോൾ തന്നെ റിയാക്ഷൻ ഉണ്ടാവും. അതായത് എന്താ പറയുക ഇപ്പോൾ ചുമന്ന കുരുക്കൾ പോലെ വരിക, അല്ലെങ്കിൽ റെഡ് കളറിൽ റാഷസ് ആയിട്ട് വരിക, പൊങ്ങി വരിക, ഇതൊക്കെ സെൻസിറ്റീവ് സ്കിൻസിൻ്റെ ഒരു പ്രശ്നമാണ്. എന്ത് ട്രൈ ചെയ്താലും അവർക്ക് ഭയങ്കരമായിട്ട് റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ വെളിയിലൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൊല്യൂഷനൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവരുടെ സ്കിന്നിലാണ് ഏറ്റവും കൂടുതൽ റിയാക്ഷൻസ് സംഭവിക്കുക. അപ്പോൾ അങ്ങനത്തെ സ്കിന്നാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ ഈ സെൻസിറ്റീവ് സ്കിന്നുള്ള ആളുകൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒക്കെ ട്രൈ ചെയ്യാത്തതാണ് നല്ലത്. കാരണം എല്ലാം മൈൽഡ് ആയിട്ടുള്ള യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ മോയ്സ്ചറൈസേഴ്സ് ആണെങ്കിലും ഇല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള യൂസ് ചെയ്യുക. അതുപോലെ മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നത് നല്ലതാണോ എന്നുള്ള കാര്യം എനിക്ക് സെൻസിറ്റീവ് സ്കിന്നുള്ള ആളുകളുടെ കാര്യം എനിക്ക് അറിയില്ല. കാരണം നമ്മൾ ഓരോ പ്രോഡക്റ്റ്സ് മാറ്റുന്നതോറും അവർക്ക് ഓരോരോ റിയാക്ഷൻസ് വന്നുകൊണ്ടിരിക്കും അവരുടെ സ്കിന്നിൽ. സോ അതാണ് സെൻസിറ്റീവ് സ്കിൻ. പിന്നെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഓയിലി സ്കിന്നും ഡ്രൈ സ്കിന്നും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും, ബാക്ക് ടു നോർമൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ഞാൻ പറയുന്നത് നമ്മുടെ ഹോൾ ലൈഫ് ഫുള്ളായിട്ട് നമ്മളുടെ സ്കിൻ ഓയിലി സ്കിൻ ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല, അങ്ങനെ മാറണമെന്നില്ല കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യാന്നുണ്ടെങ്കിൽ അതെനിക്കിപ്പോൾ മനസ്സിലായ കാര്യമാണ്. എൻ്റെ ഡ്രൈ സ്കിൻ ആയിരുന്നത് മാറ്റി എനിക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൊണ്ടുവരാനായിട്ട് പറ്റും. ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ കെയർ ചെയ്ത് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ബാക്ക് ടു നോർമൽ ആക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് സ്കിൻ ടൈപ്പ് സെയിം ആയിരിക്കില്ല, നമുക്ക് മാറ്റി കൊണ്ടുവരാനായിട്ടും കൂടെ പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാവരുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നോട് പറയുക. പിന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കാം. ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനോടൊക്കെ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ഒന്ന് പറയുക. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഒരുപാട് അപ്ഡേറ്റ്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട്
ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെന്താ, അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ. ഇതാരാന്നറിയോ? നമ്മുടെ ജിംന നിജിൽ എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ കുട്ടിയുടെ വാവയാണ്. വാവക്കുട്ടിക്ക്